blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സോലാപൂരിൽ നിന്നുള്ള സാംസൺ മാത്യുവിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഒരു വീടിൻ്റെ പണികൾ പൂർത്തിയാക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് സകലരും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള ലീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടുവേദനയിൽ നിന്നും പരിപൂർണ സൗഖ്യം ആ സഹോദരിക്ക് കർത്താവെ അങ്ങ് നൽകണമേ. ആറ്റിങ്ങിൽ നിന്നുള്ള അഭിനവ് രാജേഷിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നവംബർ 16 തൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് കർത്താവെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിനവിനും തൻ്റെ പിതാവ് രാജേഷിനും സഹോദരി പവിത്രയ്ക്കും സകല രോഗങ്ങളിൽ നിന്നുള്ള പരിപൂർണ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. ഫോർ രജിസ്ട്രേഷൻ ആൻഡ് മോർ ഡീറ്റെയിൽസ് 8111996001. I'm going to talk about renew your life. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം പ്രാപിക്കുക. Titus 3:5, He saved us not because of righteous things we had done, but because of His mercy. He saved us through the washing of rebirth and renewal by the Holy Spirit. അതിൻ്റെ 5-6 വാക്യങ്ങൾ. നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, അവിടുത്തെ കരുണയാൽ തന്നെ പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചു. In the beginning part it says He saved us. That means God is into a saving business. ആദ്യത്തെ ഭാഗത്ത് വായിക്കുന്ന ദൈവം നമ്മളെ രക്ഷിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം നമ്മളെ രക്ഷിക്കുന്ന ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. Who needs salvation? ആർക്കാണ് രക്ഷ ആവശ്യമായിരിക്കുന്നത്? A sinner needs salvation. ഒരു പാപിക്ക് രക്ഷ ആവശ്യമാണ്. The Bible says all of us are sinners. ബൈബിൾ പറയുന്നത് നമ്മളെല്ലാവരും പാപികളാണ്. So we all need a salvation. We all need a savior. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. നമുക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. Then he says, not because of righteous things we had done, but because of His mercy. നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, അവിടുത്തെ കരുണയാൽ തന്നെ. Hallelujah. ഹല്ലേലൂയ. Many people think that if we do good things on earth, we'll go to heaven. പല ആളുകളും ചിന്തിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നാണ്. Now listen to this. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും. Somebody said good people will never go to heaven. ആരോ പറഞ്ഞു നല്ല ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ പോകുകയില്ല. Oh my God. Then all the bad people will go? അങ്ങനെ മോശ ആളുകളൊക്കെ സ്വർഗത്തിൽ പോകുമോ? Bad people surely will never go to heaven. മോശമായ ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ പോകുകയില്ല. Then who will go? പിന്നെ ആരാണ് പോകുന്നത്? Only the saved people.
രക്ഷ പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. Did you listen to that? നിങ്ങൾ ശ്രദ്ധിച്ചുവോ? Only the saved people will go to heaven. രക്ഷ പ്രാപിച്ചവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. The Bible says, those who believe in the one who is sent by the Father will have eternal life. ആ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്, ആ ദൈവം അയച്ച രക്ഷകനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. This is black and white, no gray area. വളരെ വ്യക്തമായി കിടക്കുകയാണ്. സംശയാസ്പദമായി ഒന്നുമില്ല. What is this black and white? The Bible says there is only one Savior, there is only one way, and that is Jesus. If you believe in Jesus, you will go to heaven. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ഒരു രക്ഷകനേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. So there is no question of good people or bad people, but the question is whether you believe in the Savior or not. അതുകൊണ്ട് നല്ല ആളുകളോ മോശം ആളുകളോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം മാത്രമാണ്. Can you say amen? നിങ്ങൾ ആമേൻ പറയാമോ? A loud amen. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒരു വലിയ ശബ്ദത്തിൽ ഒരു ആമേൻ പറഞ്ഞാലും. Okay, then he says he saved us through the washing of rebirth and renewal by the Holy Spirit. അതിന്റെ അടുത്ത വാക്യം, പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചു. Hello. How is this salvation happening? എങ്ങനെയാണ് ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? Number one, washing of rebirth. ഒന്നാമത് പുനർജനന സ്നാനത്താലാണ്. Meaning we all should be born again. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മളെല്ലാവരും വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. So this is termed as rebirth. അതിനെ പുനർജനനം എന്ന് അവിടെ പറയുകയാണ്. And this is happening through a washing. അത് നടക്കുന്നത് ഒരു സ്നാനത്താലാണ്, ഒരു കഴുകലിലാണ്. And that washing is by the word of God. ആ കഴുകൽ നടക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. This is very simple. When you hear the word of God, it goes down into the spirit and it washes us. ഇത് വളരെ ലളിതമാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ആത്മാവിന്റെ അകത്തേക്ക് പോയി നിങ്ങളുടെ ആത്മാവിനെ കഴുകുകയാണ്. And by the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. So two agencies are mentioned here. ഇവിടെ രണ്ട് വ്യക്തികൾ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയാണ്. Number one is the word of God. ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വചനമാണ്. Second one is the Holy Spirit. രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവാണ്. So John chapter 3, Jesus talked to Nicodemus and he said, you must be born again, and you must be born again with the water and with the Spirit. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അവിടെ പറയുകയാണ്, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. Water is the word of God. അവിടെ കാണിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. Hallelujah. Hallelujah. Now I'm going to pick up one word from this verse. ഇവിടുന്ന് ഒരു വാക്ക് ഇവിടുന്ന് എടുത്ത് കാണിക്കാൻ പോകുകയാണ്. Renewal. നവീകരണം എന്നുള്ള വാക്ക്. Renewal, that word is very important. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. Because we all need renewals and refreshments at times. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള റിഫ്രഷ്മെന്റ്, പുതുക്കം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാലങ്ങളിലും നമുക്ക് ആവശ്യമാണ്. That's how we are designed. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. If you are working and working and working and working without any break, without any refreshment, without any rejuvenation, you will soon die. നിങ്ങളിങ്ങനെ ഒത്തിരി വർക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു റിഫ്രഷ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് മരിക്കുന്നതാണ്. When God organized one day, He organized in such a way that we will have daytime and nighttime. ദൈവം ദിവസത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, നമുക്ക് പകൽ സമയവും രാത്രി കാലവും അങ്ങനെയാണ് ഒരു ദിവസത്തെ ദൈവം സൃഷ്ടിച്ചത്. Generally people work during the daytime and they rest during the night time. സാധാരണയായി പൊതുവെ ആളുകൾ പകൽ സമയത്ത് വർക്ക് ചെയ്യും, രാത്രി സമയത്ത് അവർ റെസ്റ്റ് എടുക്കുകയും ചെയ്യാറുണ്ട്. But as the world is in a very fast moving forward, we have day shift and night shift. എന്നാൽ ഈ ലോകം അതിവേഗം കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് പകൽ സമയത്തെ ഷിഫ്റ്റ് ഉണ്ട്, രാത്രിയിൽ പ്രത്യേകിച്ച് ഷിഫ്റ്റ് ഉണ്ട്. So those who go to the night shift, they sleep
during the daytime. അതുകൊണ്ട് രാത്രിയിലെ ഷിഫ്റ്റിൽ പോകുന്ന ആളുകൾ പകൽ സമയത്ത് അവർ ഉറങ്ങുന്നതാണ്. But somehow we need a few hours of rest and relaxation so that we will be renewed all over. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വിശ്രമം അല്ലെങ്കിൽ അതിൻ്റെ റിലാക്സേഷൻ നമുക്ക് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്തിന് കുറച്ച് വിശ്രമം ആവശ്യമാണ്. So after a day's work, we should rest and get our strength renewed so that we can move forward. അതുകൊണ്ട് ഒരു ദിവസത്തെ ഒരു പകൽ സമയത്തെ ജോലിക്ക് ശേഷം നമ്മളൊന്ന് ഒരു പുതുക്കം പ്രാപിക്കുകയും ഒരു റെസ്റ്റ് എടുക്കുകയും അത് അങ്ങനെ ശക്തി പ്രാപിച്ചിട്ട് വീണ്ടും നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കടക്കുവാൻ No one can work or live without any relaxation or rest or renewal. ഒരു വ്യക്തിക്ക് പോലും തൻ്റെ ജീവിതത്തിൽ ഇതേപോലെയുള്ള റെസ്റ്റ് എടുക്കാതെ വിശ്രമം എടുക്കാതെ റിലാക്സേഷൻ ഇല്ലാതെ ഒരു വ്യക്തിക്ക് പോലും ജീവിക്കുവാൻ കഴിയില്ല. Because we are not robots, we are not machines. ആ കാരണം നമ്മൾ യന്ത്രമനുഷ്യന്മാരോ മെഷീനോ അങ്ങനെയൊന്നുമല്ല. We are living creatures. നമ്മളെല്ലാവരും ജീവിക്കുന്ന ജീവനുള്ള വ്യക്തികളാണ്. And we need renewal in our bodies. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇതുപോലെയുള്ള നവീകരണം ആവശ്യമാണ്. The medical people are saying that even every single cell in our body is renewed every year. വൈദ്യശാസ്ത്രത്തിൻ്റെ ആളുകൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും അത് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Look here please. നിങ്ങൾ ശ്രദ്ധിച്ചാൽ Our mind, our emotions, everything should be renewed. നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ അതെല്ലാം ഒരു പുതുക്കം അതിനാവശ്യമാണ്. So when you are tense, sometimes you badly desire for a break. നിങ്ങൾ ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് നിങ്ങൾക്ക് If ആവശ്യമാണ്. you are working hard, you need a break. നിങ്ങൾ ഒത്തിരി അധ്വാനിക്കുകയാണ്, കഠിനമായി അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇടവേളയുടെ ആവശ്യമുണ്ടാവും. When you travel for many hours, you need a break. നിങ്ങൾ ഒത്തിരി മണിക്കൂറുകൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു ഇടവേള എടുക്കേണ്ടതാണ്. In the Old Testament, there was a great man of God, a great prophet of God, Elijah. പഴയ നിയമത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന വലിയ ദൈവത്തിന്റെ ശക്തനായ ഒരു പ്രവാചകൻ How many ഉണ്ടായിരുന്നു. of you have heard of him? Elijah. ഏലിയാവിനെ പറ്റി കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? Great man of God. അദ്ദേഹം ശക്തനായ ഒരു ദൈവത്തിന്റെ He പുരുഷനാണ്. fought alone against all the false prophets. അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാ തെറ്റായ പ്രവാചകന്മാരെ കള്ളപ്രവാചകന്മാർക്കെതിരെ പടപൊരുതിയ ഒരു വ്യക്തിയാണ്. And he prayed and prayed and he fought against him, and even he prayed, and when he prayed, fire fell from heaven. അദ്ദേഹം പ്രാർത്ഥിച്ച് ആ കള്ളപ്രവാചകന്മാർക്കെതിരെ യുദ്ധം ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ആ കള്ളപ്രവാചകന്മാരുടെ മേലും ഇറങ്ങി വരുന്നതായി കണ്ടു. And practically there was no one to help him. അത് പ്രായോഗികമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. But God was there to help him. എന്നാൽ ദൈവം അദ്ദേഹത്തോടൊപ്പം സഹായിക്കുവാനുണ്ടായിരുന്നു. So hundreds of false prophets he cut their heads. ഒത്തിരി കള്ളപ്രവാചകന്മാരുടെ തല അന്ന് അദ്ദേഹം അവിടെ And when the people of God, when they saw the supernatural miracles, all their hearts were turned to the Lord. അന്ന് അവിടെ വെച്ച് അവിടെ ഉണ്ടായ ദൈവത്തിന്റെ ജനം അവിടെ ഉണ്ടായ അത്ഭുതങ്ങളെ കണ്ടപ്പോൾ അവരെല്ലാവരും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനിടയായി തീർന്നു. So as a single man military, he fought against all the dark forces of the evil kingdom and he got victory. അന്ന് ഒരു വ്യക്തി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പൈശാചിക സാമ്രാജ്യത്തിനെതിരെയും ഒറ്റ വ്യക്തി അവിടെ നിന്ന് പടപൊരുതി അദ്ദേഹം ജയം പ്രാപിക്കുവാനിടയായി തീർന്നു. Can you shout a hallelujah to the Lord? കൈകളിയർത്തി ഒരു ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കാമോ? Hallelujah. ഹല്ലേലൂയ. Okay, he did a great feat for Lord. അവിടെ ദൈവത്തിന് വേണ്ടി വലിയൊരു യുദ്ധം അദ്ദേഹം And ചെയ്യുകയാണ്. after that, he ran away from the place. അതിനുശേഷം അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് ഓടി ഒളിക്കുകയാണ്. And he had a life threat. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു ഭീഷണി അവിടെ ഉണ്ടാകുകയാണ്. Suddenly he went into depression. പെട്ടെന്ന് അദ്ദേഹം നിരാശയിലേക്ക് Because വീണു by that പോവുകയാണ്. time he was a burnout. കാരണം ആ സമയത്തേക്ക് അദ്ദേഹം മുഴുവൻ ബേൺ ഔട്ടായി ഭയങ്കര ക്ഷീണിതനായിരുന്നു. And he was lying there അദ്ദേഹം അവിടെ കിടക്കുകയായിരുന്നു under a broom tree, and he started crying to the Lord, I'm not a good man, take my life, I want to die. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നല്ല വ്യക്തിയല്ല, എൻ്റെ ജീവിതം അങ്ങ് എടുക്കണമേ എന്ന് ദൈവത്തോട് പറയുകയാണ്. But sometimes in the lonely moments you are going through depression. എന്നാൽ ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷത്തിൻ്റെയും മറ്റുള്ളവരെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന സമയത്തിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾ ഒത്തിരി നിരാശയിലൂടെയും ഒത്തിരി പരാജയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകും. I told you God is madly in love with you. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ ഒത്തിരി
ഒത്തിരി സ്നേഹിക്കുകയും തന്നൊരു കോളേജ് ലെക്ചറാണ്. തൻ്റെ കയ്യിലിരിക്കുന്നത് മകൻ ആനന്ദ്, തനിക്ക് 3.5 വയസ്സുണ്ട്. തൊട്ടരികിൽ നിൽക്കുന്ന കുഞ്ഞിനെ നോക്കുന്ന ആൻറ്റിയാണ്. 3 പേർക്കും സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. 3 പേർക്കുണ്ട്. അതിന് തന്നെ കുഞ്ഞിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ സിസ്റ്റർ പറഞ്ഞത്, കുഞ്ഞ് ജനിച്ചു, അതിനുശേഷം ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, അതായത് ശോധനയുടെ പ്രശ്നങ്ങൾ വരുവാൻ തുടങ്ങി. ആ സമയത്ത് ശരിയായ രീതിയിൽ പോകുന്നില്ലായിരുന്നു, ഒത്തിരി പ്രയാസമായിരുന്നു. അപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല, തനിയെ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് 3-4 ദിവസം കഴിഞ്ഞാണ് വയറ്റിൽ നിന്ന് പോകുന്നത്. അത് പോകുന്നതെന്ന് പറഞ്ഞാൽ വല്ലാതെ വേദനാജനകമായിരുന്നു, ഒപ്പം ബ്ലഡും പോകുമായിരുന്നു. കുഞ്ഞ് വലിയ വായിൽ നിലവിളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. വീണ്ടും ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. മരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മാത്രമേ ഇത് പോവുകയുള്ളൂ, മരുന്ന് നിർത്തിയാൽ ഇത് പോകത്തില്ല. അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നു. പക്ഷേ ആ സമയത്താണ് ഈ ആൻറ്റി, വിജയമ്മ എന്നാണ് ആൻറ്റിയുടെ പേര്, ഈ കുഞ്ഞിനെ നോക്കുന്ന ആൻറ്റിയാണ്. ആൻറ്റി 2011 മുതൽ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ആൻറ്റിയാണ്. ഈ സിസ്റ്ററിനോട് പറഞ്ഞു, നമുക്ക് ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ പ്രോഗ്രാമുണ്ട്, അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കാണാൻ തുടങ്ങി. സാധാരണയായി ബ്രദർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. പക്ഷേ പ്രാർത്ഥന ഓരോ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ബ്രദർ പറയും, ഇനി നിങ്ങൾക്ക് വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ TV സ്ക്രീനിന് നേരെ കൈനീട്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിസ്റ്റർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അതിനിടയിലും ഇവർ തുടങ്ങി ഇങ്ങനെ തുടർമാനമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിനിടയിൽ ഇവർ 2015 ഒരു ബ്ലെസ്സിംഗ് ടുഡേയുടെ കോസ്റ്റ് സ്പോൺസർഷിപ്പ് ചെയ്യുവാനായിട്ട് ഇതിനിടയിൽ ദൈവമേ ഞങ്ങൾക്കൊരു അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തു. ഇവരത് ചെയ്തു. ഈ സിസ്റ്റർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്താൽ അങ്ങോട്ട് മരുന്ന് സ്റ്റോപ്പ് ചെയ്തു. മരുന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യം, ഒരാഴ്ച ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഡിസംബർ മാസമാണ് ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ സ്പോൺസർ ചെയ്ത്. ജനുവരി മാസമായപ്പോൾ ഈ കുഞ്ഞു വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് സിസ്റ്റർ കൂടെ പോയി. സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, അന്ന് വരെയും ആ ജനിച്ച് 40 ദിവസത്തിൽ തുടങ്ങിയ ആ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം കർത്താവ് അന്നത്തെ ദിവസം എടുത്തു മാറ്റി. കാരണം അന്ന് ബ്ലഡ് വന്നില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഈ നിമിഷം വരെ ഈ കുഞ്ഞിനൊരു കുഴപ്പമില്ല. സാധാരണ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ ശോധന അതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു സാക്ഷ്യം, അതൊന്നാമത്തെ. രണ്ടാമത്തെ സാക്ഷ്യം സിസ്റ്ററിൻ്റെയാണ്. സിസ്റ്റർ കോളേജിൽ ഒരു ലെക്ചറാണെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് വേറൊരു കമ്പനി ഒരു കോളേജും തമ്മിൽ ടൈ അപ്പ് ആയിട്ട് ഒരു എക്സാം ചെയ്തു. അതിൽ ഒരാളെങ്കിലും ആ എക്സാമിൽ പാസ്സായാൽ മാത്രമേ ഈ കോളേജും ഈ കമ്പനിയിൽ നിന്ന് ടൈ അപ്പിൽ വരികയുള്ളൂ. അതിൽ ആദ്യമേ 20 പേരെയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാമാണ് അത്. അതിന് മുമ്പിലത്തെ അതിൽ പറയുന്നത് 40 ചോദ്യങ്ങൾ ചോദിക്കും. അത് ഓൺലൈൻ വഴിയാണ്. അതിന് 1 മണിക്കൂറിനുള്ളിൽ ഉത്തരം എഴുതി നമ്മൾ പറഞ്ഞിരിക്കണം. അത് 28 എണ്ണമെങ്കിലും കറക്റ്റ് ആകണം. അപ്പോൾ സിസ്റ്ററിനാകെ വല്ലാതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ കാരണം കോളേജ് ഇവരിൽ വിശ്വസിച്ചിരിക്കുന്ന അങ്ങനെയൊക്കെ വല്ലാതെ പ്രശ്നമായി. അതിനിടയിൽ പ്രിലിമിനറി എക്സാം നടന്നപ്പോൾ അതിൽ 28 മാർക്ക് വേണ്ടിടത്ത് 23 ഉള്ളൂ. ഉള്ള ആത്മധൈര്യം കൂടി പോയി. പക്ഷേ പ്രാർത്ഥിച്ചു. സിസ്റ്റർ ചെയ്തത് എക്സാമിന് മുമ്പ് നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്ത് 7 പേരെയാണ് ആ ഫൈനൽ എക്സാമിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ജൂൺ 10-ാം തീയതി ആയിരുന്നു. ആ സമയത്ത് സിസ്റ്റർ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച പ്രെയർ വാരിയർ പറഞ്ഞത് ഇങ്ങനെ, സിസ്റ്റർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും എളുപ്പമായ ക്വസ്റ്റ്യനെ കർത്താവ് തരത്തുള്ളൂ, അതിലേറ്റവും കൂടുതൽ ഉന്നതമായ വിജയവും ദൈവം യേശു കർത്താവ് സിസ്റ്ററെ തരുമെന്ന് പറഞ്ഞു. വിശ്വാസത്തോടെ ലോഗിൻ ചെയ്തു. ആ സമയത്ത് ഇത് പക്ഷേ അരമണിക്കൂർ കൊണ്ട് താൻ ഉത്തരം എഴുതി. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, അരമണിക്കൂറിൽ താൻ ഉത്തരം എഴുതി 1 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വരുവുള്ളൂ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തൻ്റെ 33 ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായിരുന്നു. അത് 88% മാർക്ക് ലഭിച്ചു. പക്ഷേ ഇതിനിടയിൽ സിസ്റ്റർ പ്രാർത്ഥിച്ചത് ഇങ്ങനെ, കർത്താവ് ഈ ആരൊക്കെ പാസ്സായാലും അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മാർക്ക് ലഭിക്കണം. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു. കാരണം 3 പേരാണ്, 7 പേരിൽ 3 പേരാണ് പാസ്സായത്. അതിൽ ഒരാൾക്ക് 70-ഉം ഒരാൾക്ക് 79-ഉം ഉള്ളൂ. തനിക്കായിരുന്നു 88% മാർക്ക് ലഭിച്ചത്. Congratulations. That is great. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിയുടെ ആണ്. ആൻറ്റിക്ക് 55 വയസ്സുണ്ട്. ആൻറ്റി പറഞ്ഞത് 1 വർഷം മുൻപ് തനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അത് അതികഠിനമായ ബ്ലീഡിങ് ആയിരുന്നു. വല്ലാതെ ബ്ലഡ് പോകും, ശരീരം വല്ലാതെ ക്ഷീണമാകും, തനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, ഷിവറിങ് അതുപോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിസ്റ്റർ പറയുന്നത് ജൂലൈ മാസം, അതായത് ഈ
വർഷം കഴിഞ്ഞ ജൂലൈയിൽ സിസ്റ്റർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ബ്ലീഡിംഗ് ഉള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്ന ആ നിമിഷം തന്നെ എന്തൊക്കെ തനിക്ക് തോന്നി. പക്ഷേ പിന്നീട് ഒരു ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമില്ല. സാധാരണ ഒരു നോർമലായിട്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അതുപോലെ മാത്രമേ ഉള്ളൂ. തുടർച്ചയായ 1 വർഷം ഉണ്ടായിരുന്ന ബ്ലീഡിങ് യേശു കർത്താവ് അന്നത്തെ പ്രാർത്ഥനയിൽ എടുത്തു മാറ്റി പൂർണ്ണമായും സൗഖ്യമാക്കി ഇന്നിവിടെ നിർത്തിയിരിക്കുക. 3 സാക്ഷ്യങ്ങൾ. ഈ കുഞ്ഞിന്റെ സാക്ഷ്യവും മോളുടെ സാക്ഷ്യവും ശരിയാണോ? എല്ലാം കറക്റ്റാണ്. ഈ പറഞ്ഞത് ശരിയാണോ? നമ്മുടെ സാക്ഷ്യം അങ്ങനെയാണ്. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, 3 സാക്ഷ്യങ്ങൾക്കുമായി ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സാക്ഷ്യം കേട്ട് വിശ്വസിച്ചവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം, ഏതോ കുഞ്ഞുങ്ങളിലുള്ള ആസ്മ രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. മറ്റുള്ള ബാലാരിഷ്ടതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ്, ഒരു കുടുംബത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതിലെല്ലാം വിടുതൽ കൊടുക്കുന്നതിനാൽ നന്ദി. ജീസസ് നെയിം, ഗോഡ് ബ്ലെസ് യു. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 0557415 618 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷന് സമീപം, അൽ ഖരൂദ്, ദുബായ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ. ഇയർ ഇംബാലൻസ് ഉള്ള ചില വ്യക്തികൾ, വേർട്ടിഗോ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഫുഡ് എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നൊരു വ്യക്തി, പൂർണ്ണമായ സൗഖ്യാവിഷയത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. പല ഫുഡ് കഴിച്ചാലും അലർജിയുള്ള വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലെ ബ്രസ്റ്റിൽ ഒരു മുഴയുള്ള, ഒന്നല്ല പല മുഴകളുള്ള ചില സഹോദരിമാർ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. രക്തത്തിലുള്ള അണുക്കൾ, അതിൽ വലിയ വേരിയേഷനുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഹാർട്ടിൻ്റെ മിടിപ്പ്, ഹാർട്ട് ബീറ്റ്സിലെ നമ്പറിൽ വലിയ വേരിയേഷനുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ആസ്മ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ആലിസ് എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് കാണുന്നു. സിവിയർ ആസ്മയുള്ള ആലിസ്, പൂർണ്ണമായ സൗഖ്യം കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നത് പോലെ പുകവലി, മദ്യപാനം, ലഹരി മരുന്നിൻ്റെ ഉപയോഗം തുടങ്ങിയത് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്.
ഇനി നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് 2 കൈകൾ നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് യേശു വിശ്വസിച്ച് സ്വീകരിക്കുക. കർത്താവെ, ആ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്ന സാമ്പത്തിക വിഷയങ്ങൾ, കടബാധ്യതകൾ മാറട്ടെ, ജപ്തി മാറിപ്പോകട്ടെ, വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി, അനുഗ്രഹിച്ചതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ നമുക്ക് കോഴഞ്ചേരിയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. നാളെ തന്നെ രാത്രിയിൽ ഏകദേശം 9:30 മണി മുതൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻ്ററിൽ ബ്ലെസ്ഡ് നൈറ്റ് വിജിൽ, ഒരു പ്രത്യേക രാത്രി പ്രാർത്ഥന നടക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും വരാം. നേരത്തെ വരിക, പ്രഭാതത്തിൽ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ സ്വന്തം വാഹനങ്ങളുള്ളവർക്ക് രാത്രിയിൽ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ തിരിച്ചു പോവുകയോ ചെയ്യാം. ഒരു കാരണവശാലും വരാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാം, ഇമെയിൽ അയക്കാം. എന്നാൽ കഴിവതും വരാൻ ശ്രമിക്കുക. ഇതൊരു വലിയ അനുഭവമായിരിക്കും, അനുഗ്രഹമായിരിക്കും. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെ തകർക്കുക എന്ന പുസ്തകം ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. blessingtoday.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ കാണാം. ബൈ.